ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു സൂര്യാസ്തമനമാണ്. മരങ്ങൾക്കിടയിലൂടെ കാണുന്ന സൂര്യാസ്തമനം. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾക്കിവിടെ കാണാം. മരങ്ങളുടെ തടി പല സ്ഥലങ്ങളിലും റെഡ് നിറങ്ങളിൽ ആണ് ആ സമയത്ത് കാണപ്പെടുന്നത്. എന്നാൽ മറ്റു ചില ഭാഗങ്ങളിൽ ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്കാർലറ്റ്, യെല്ലോ ഓക്കർ തുടങ്ങിയ നിറമാണ്. ഇപ്പോൾ യെല്ലോ ഓക്കർ കൊണ്ട് സൂര്യൻ്റെ ഭാഗം ഹൈലൈറ്റ് വിട്ടതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഭാഗം വാഷ് ചെയ്തു. എഡ്ജെല്ലാം കറക്റ്റായി ചെയ്തതിന് ശേഷം അടുത്ത സ്കാർലറ്റ് കളർ അതിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യുന്നതാണ്. സ്കാർലറ്റ് എടുത്ത് ഓറഞ്ചും സ്കാർലറ്റും മിക്സ് ചെയ്ത കളർ എടുത്ത് യെല്ലോ ഓക്കർ വാഷ് ചെയ്തതിന് പുറത്തുകൂടെ വീണ്ടും അടുത്ത ഒരു ലെയർ വാഷ് ചെയ്തു. ഇനി മുഴുവനായും സ്കാർലറ്റ് എടുത്ത് അതിനും പുറത്തുകൂടി വീണ്ടും വാഷ് ചെയ്തു. വട്ടത്തിൽ പുറത്തേക്കാണ് വാഷ് ചെയ്തു വരുന്നത്. വലിയ ബ്രഷ് എടുത്ത് ആ സ്കാർലറ്റിനെ പുറത്തേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് പുറത്തേക്ക് പരത്തിയെടുത്തു. മോപ്പ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലൽപ്പം ബ്ലൂ കൂടി ചേർത്ത്, സ്കാർലറ്റിൽ അല്പം ബ്ലൂ കൂടി ചേർത്ത്, അല്ലെങ്കിൽ പേപ്പറിൽ തന്നെ വെച്ച് ബ്ലൂ ഡയറക്റ്റായി സ്കാർലറ്റിൽ മിക്സ് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് കാണാം. ഇതുപോലെ വാഷ് ചെയ്തു. ഇപ്പോൾ അത് മേഘങ്ങളുടെ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുക. ഡയറക്റ്റ് പ്രഷ്യൻ ബ്ലൂ അവിടെ വെക്കുന്നത് കാണാം. അത് പേപ്പറിൽ തന്നെ ഇരുന്ന് സ്കാർലറ്റുമായി മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളർ ഉണ്ടാകുന്നതാണ്. ഇപ്പം കൊബാൾട്ട് ബ്ലൂവും ക്രിംസൺ റെഡും കൂടി മിക്സ് ചെയ്ത് ഒരു വയലറ്റ് നിറമുണ്ടാക്കി എതിർഭാഗത്തു നിന്നും ഇതുപോലെ വാഷ് ചെയ്തു. നമ്മൾ ആദ്യം വാഷ് ചെയ്ത് നിർത്തിയ ഭാഗത്തേക്ക് നീട്ടി അല്പം വാഷ് ചെയ്യുന്നു. അവിടെ വെറ്റ് ആയതുകൊണ്ട് പരന്നു പോകുന്നത് കാണാം. കുറച്ചുകൂടി ക്രിംസൺ മിക്സ് ചെയ്ത് നല്ലൊരു വയലറ്റ് ഉണ്ടാക്കി സൂര്യൻ്റെ അടുത്തേക്ക് വരെ വാഷ് ചെയ്തെത്തുന്നു. ഈ വയലറ്റിൻ്റെ ഇത്രയും ബ്രൈറ്റായ നിറം നിങ്ങൾക്ക് റിസൾട്ടിൽ അവസാനം ഉണ്ടാവില്ല, അത് മങ്ങിപ്പോവും. കുറച്ചുകൂടി ഡാർക്ക് നിറമെടുത്ത്, അതായത് സ്കാർലറ്റ്, പ്രഷ്യൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ, ക്രിംസൺ റെഡ് തുടങ്ങിയ കളറുകൾ മിക്സ് ചെയ്ത് അല്പം ഡാർക്കാക്കി വലിയ ബ്രഷ് കൊണ്ട് ഇതുപോലെ വാഷ് ചെയ്യുന്നു. സൂര്യൻ്റെ ഭാഗം ലൈറ്റായും മറ്റു ഭാഗങ്ങൾ കൂടുതൽ ഡാർക്കായും ചെയ്യുന്നു. പിന്നെ ഓറഞ്ച് എടുത്ത് ഇതുപോലെ ദൂരെ കാണുന്ന റിഫ്ലക്ഷൻ, കരയുടെ ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഓറഞ്ച് ഡയറക്റ്റ് എടുത്ത് ഇതുപോലെ വാഷ് ചെയ്ത് വെക്കുന്നു. ഈ ഓറഞ്ചിലേക്ക് മുകളിലുള്ള വയലറ്റ് കളർ ഇറങ്ങി വരുന്നത് കാണാം. ദൂരെയുള്ളതിനാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തുള്ള ഭാഗമാണെങ്കിൽ ക്ലിയറായി നമ്മൾ എഡ്ജ് കാണിച്ച് ചെയ്യണം. ഇവിടെ എഡ്ജ് ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ യെല്ലോ ഓക്കർ, ഗാംബോജ് തുടങ്ങിയ ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ കൊണ്ട് സൂര്യൻ്റെ വെളിച്ചം പതിക്കുന്ന ഭാഗം കുറച്ചുകൂടി ഗാംബോജ് എടുത്ത് അവിടെ ആഡ് ചെയ്തു. അതിനുശേഷം സ്കൈ ചെയ്തതുപോലെ തന്നെ വയലറ്റ് നിറങ്ങൾ ഇവിടെയും വാഷ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന മരങ്ങളുടെ നിഴലുകളാണ് ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ലെയറിലായതുകൊണ്ട് ഡീറ്റെയിൽ ആയി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറുഭാഗവും വയലറ്റുകൾ കൊണ്ട് തന്നെ ചെയ്യുന്നു. പേൺസീന, സ്കാർലറ്റ്, ഓറഞ്ച് തുടങ്ങിയ കളറുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതായത് സൂര്യനടുത്തേക്ക് പോകുമ്പോഴേക്ക് തെളിഞ്ഞ നിറങ്ങളും ദൂരേക്ക് വരുമ്പോൾ ഡാർക്കായ നിറങ്ങളും ഉപയോഗിക്കുന്നു. ഇവിടെ വയലറ്റ് ഉപയോഗിക്കുന്നത് കാണാം. വെറ്റ് ആൻഡ് വെറ്റ് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. താഴേക്ക് വയലറ്റ് വാഷ് ചെയ്തിറക്കുന്നു. കൂടുതൽ ബ്ലൂ മിക്സ് ചെയ്ത് ഡയറക്റ്റ് അവിടെ ചേർക്കുന്നു. വളരെ ഫ്രീ ആയാണ് ചെയ്യുന്നത്. ഈ മരത്തിൻ്റെ നിഴലുകളാണ് ഇതുപോലെ വരയ്ക്കുന്നത്. ഇത് വെറ്റ് ആൻഡ് വെറ്റായി തന്നെ വരയ്ക്കുമ്പോൾ ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. താഴേക്ക് ഒറ്റി നിൽക്കുന്ന വെള്ളം ഇതുപോലെ പിക്ക് ചെയ്തെടുക്കുന്നു. ആദ്യത്തെ ലെയർ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെയർ മരം വരയ്ക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ രീതി. സ്കാർലറ്റ് റെഡ് ഡയറക്റ്റായ അടുത്താണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. സൂര്യന് കുറുകെ പോകുന്ന കൊമ്പിൻ്റെ അവിടെ സ്കാർലറ്റ് റെഡ് ഡയറക്റ്റായി വരയ്ക്കുന്നു. കൂടാതെ സൂര്യൻ്റെ ഭാഗത്തെ
അല്പം യെല്ലോ ഓക്കർ മിക്സ് ചെയ്ത് ആ തിളക്കം കാണിക്കുന്നു. താഴേക്ക് സ്കാർലറ്റ് റെഡ് കൊണ്ട് തന്നെ മരത്തിൻ്റെ തടി വരയ്ക്കുന്നു. ഒപ്പം തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കാർലറ്റ് പ്രഷ്യൻ ബ്ലൂ നിറം കൊണ്ട് ഡാർക്ക് നിറവും അവിടെ ചേർക്കുന്നു. മുകളിലേക്കുള്ള കൊമ്പുകൾ ഡാർക്കായും ആദ്യം വാഷ് ചെയ്ത കൊമ്പിൻ്റെ ഭാഗത്ത് അല്പം കൂടി ഡാർക്കായ നിറവും ഒറ്റിച്ചു കൊടുക്കുന്നു. കൊമ്പുകളെല്ലാം സ്കാർലറ്റ് കൊണ്ട് വരച്ചതിന് ശേഷം അതിന് ചില ഭാഗങ്ങളിൽ മാത്രം ഡാർക്കായ നിറം ഒറ്റിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു നല്ല ഗ്രേഡിയൻ്റ് ലഭിക്കുന്നതാണ്. അല്പം ദൂരെ നിൽക്കുന്ന മരം വരയ്ക്കുകയാണ്. കൂടുതൽ വെള്ളം ചേർത്ത രീതിയിലാണ് ബ്രഷിൽ കളർ എടുത്തത്. വളരെ ലൈറ്റായി ദൂരേക്ക് വരയ്ക്കുന്നു. അതിൻ്റെ നിഴലും ഇതുപോലെ വരയ്ക്കുന്നു. മരത്തോട് ചേർന്ന ഭാഗം ഡാർക്കായും ദൂരേക്ക് ലൈറ്റായും ഇതുപോലെ വരയ്ക്കുന്നു. വലിയ മരത്തിൻ്റെ ചുവടുഭാഗം കൂടുതൽ ഡാർക്കായി വരയ്ക്കുന്നു. അവിടേക്ക് കൂടുതൽ വെളിച്ചം പതിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡാർക്കായി വരയ്ക്കുന്നു. ദൂരേക്ക് നീണ്ടുപോകുന്ന ഒരു ചില്ല വയലറ്റ് കളർ കൊണ്ടാണ് വരച്ചത്. ഇവിടെ ഉപയോഗിക്കുന്നത് റിഗർ ബ്രഷാണ്. അടുത്ത മരവും സ്കാർലറ്റ് റെഡ് കൊണ്ട് തന്നെ വരച്ചു. അതിനുശേഷം അതിൻ്റെ ഡാർക്ക് ഭാഗം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കാർലറ്റ് പ്രഷ്യൻ ബ്ലൂ നിറം കൊണ്ട് ഇതുപോലെ ചേർക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം നമ്മൾ വാഷ് ചെയ്ത റെഡ് നിറത്തിലേക്ക് അത് പടർന്നു പോകുന്നത് കാണാം. സൂര്യൻ്റെ വെളിച്ചം തട്ടുന്ന ഭാഗം റെഡായി ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാം. ചെറിയ ചില്ലകൾ വയലറ്റ് കൊണ്ട് വരയ്ക്കുന്നു. ഇനി വലിയ മരത്തിൻ്റെ നിഴൽ വരയ്ക്കുകയാണ്. അതിനുപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ പ്രഷ്യൻ ബ്ലൂ സ്കാർലറ്റ് നിറത്തിൻ്റെ ഡാർക്ക് ആയ കളറാണ്. ഇത് സെക്കൻഡ് ലെയറാണ്. അപ്പോൾ കുറച്ചുകൂടി ഷാർപ്പായ എഡ്ജുകൾ നമുക്ക് വരയ്ക്കാം. ദൂരെ നിൽക്കുന്ന മരത്തിൻ്റെ നിഴലും ഇതുപോലെ വരയ്ക്കാം. ശേഷം മണ്ണിൽ കാണുന്ന ചില നിഴലുകൾ, ഇലയുടെ അടയാളങ്ങൾ, മണ്ണിൽ താഴ്ന്നതും പൊങ്ങിയതുമായ ഭാഗത്തിൻ്റെ നിഴലുകൾ തുടങ്ങിയെല്ലാം ഇതുപോലെ ബ്രഷ് സ്ട്രോക്ക് കൊണ്ട് അടയാളപ്പെടുത്താം. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതോടുകൂടി നമ്മൾ കൂടുതൽ റെഡ് ഉപയോഗിക്കുന്നു. ദൂരേക്ക് പോകുമ്പോൾ വയലറ്റ്, ഡാർക്കായ വയലറ്റ് എന്നിവ ഉപയോഗിക്കുന്നു. യെല്ലോ ഓക്കർ അല്പം എടുത്ത് പൊങ്ങി താണു നിൽക്കുന്ന ആ ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തുന്നു. മണ്ണിൻ്റെ താഴ്ചയും പൊങ്ങലുമെല്ലാം കാണിക്കാൻ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒഴുക്കുള്ള സ്ട്രോക്കുകൾ കൊണ്ട് ചെയ്യാൻ കഴിയും. ഏത് സൈഡിലേക്കാണോ ചെരിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ചെരിച്ച് സ്ട്രോക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ചെരിഞ്ഞ ഒരു പ്രതലം കാണിക്കാൻ കഴിയും. റെഡ്, യെല്ലോ ഓക്കർ തുടങ്ങിയ നിറങ്ങളും ബേൺസിനെയും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വയലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്ന അടുത്ത മരവും അതുപോലെ തന്നെ സ്കാർലറ്റ് റെഡ് ഡയറക്റ്റ് എടുത്താണ് വരച്ചത്. അതിൻ്റെ ചില്ലയും സ്കാർലറ്റ് റെഡ് കൊണ്ട് തന്നെ വരയ്ക്കുന്നു. അതിനുശേഷം സ്കാർലറ്റ് പ്രഷ്യൻ ബ്ലൂ നിറം മിക്സ് ചെയ്ത് ഇതുപോലെ ഒറ്റിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ നിൽക്കുന്ന ഭാഗം റെഡ് നിൽക്കത്തക്ക രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഡാർക്കായ നിറം ഉപയോഗിക്കേണ്ടത്. ലൈറ്റ് ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ദൂരെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് ഇതുപോലെ വരയ്ക്കാം. അത് താഴേക്ക് ഇറങ്ങി വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അവസാനിക്കുന്നു. അത് ഡാർക്ക് നിറം കൊണ്ടാണ് ഞാൻ വരച്ചത്.
ഇവിടെയും നിഴലുകൾ വയലറ്റ് കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. കൊമ്പുകളുടെ നിഴലുകളെല്ലാം ഇതുപോലെ ഏകദേശം ഒരു രൂപത്തിലാണ് വരയ്ക്കുന്നത്. വളരെ കൃത്യമായ ഡീറ്റെയിൽ ആയി അല്ല വരയ്ക്കുന്നത്. ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയി ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് വളരെ സ്പീഡിൽ ചെയ്ത് തീർക്കുകയാണ്. ദൂരെയുള്ള ആ കുന്നുപോലെയുള്ള ഭാഗം ഇതുപോലെ ഡാർക്കായ നിറം കൊണ്ടും റെഡ് കൊണ്ടും എല്ലാം ഇതുപോലെ വരച്ച് കാണിക്കുന്നു. ആദ്യം വാഷ് ചെയ്ത ഓറഞ്ച് നിറത്തിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ നിർത്തിയാണ് ചെയ്യുന്നത്. മരത്തിൻ്റെ പുറകിലൂടെയുള്ള ഭാഗം ഇതുപോലെ ചെയ്ത് സൂര്യനടുത്തേക്ക് എത്തുമ്പോഴേക്ക് അതിലൽപ്പം റെഡ് ചേർക്കുന്നു. ഏറ്റവും ദൂരെയുള്ള ഭാഗം കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതുപോലെ വരയ്ക്കുന്നു. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെളിച്ചം വീഴുന്ന ഭാഗത്തേക്ക് ലൈറ്റായ നിറങ്ങളും ഉപയോഗിക്കണം എന്നതാണ്. ദൂരേക്ക് പോകുന്നതോടുകൂടി ഡാർക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിൻ്റെ പരുക്കൻ ഭാഗം കാണിക്കാൻ വേണ്ടി ഇവിടെ സ്പ്രേ ഉപയോഗിക്കുന്നു. ഡാർക്കായ നിറം കൊണ്ടാണ് ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നത്. പരുക്കൻ ബ്രഷ് കൊണ്ട് നിഴലിൻ്റെ അതേ ഭാഗത്തേക്ക് സ്ട്രോക്കുകൾ വീഴ്ത്തുന്നു. കൂടാതെ മണ്ണിൻ്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തും അതുപോലെ ചെയ്യുന്നു. ഇനി സ്കാർലറ്റ് റെഡ് ഡയറക്റ്റായിട്ട് എടുത്ത് ഇലകൾ വരയ്ക്കുന്നു. കാരണം ഇലകളിൽ പതിക്കുന്ന വെളിച്ചം നമ്മൾക്ക് റെഡ് ആയി കാണിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം അതിൻ്റെ ഡാർക്ക് എടുത്ത് ചില ഭാഗങ്ങളിൽ ഇലകൾ വരച്ച് ചേർക്കുന്നു. വെളിച്ചം തട്ടാതെ മറവിൽ നിൽക്കുന്ന ഇലകൾ ഇങ്ങനെ നമുക്ക് കാണിക്കാം. ഇത് വെറ്റ് ആൻഡ് വെറ്റ് രീതിയിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ പുറത്തേക്ക് നനയാത്ത ഭാഗത്തേക്ക് നീട്ടിയും ഇലകൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെയും വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഒരേ നിയമം തന്നെയാണ്. അടുത്തേക്കുള്ള നിറങ്ങൾ തെളിഞ്ഞതും ദൂരേക്ക് പോകുമ്പോൾ ഇരുണ്ടതുമായ നിറങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരേ തരത്തിലുള്ള 2 മരങ്ങൾ വരച്ചു. ഇനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ്. ഒരു പരുക്കൻ സ്വഭാവം അവിടെ ഉണ്ടാക്കിയെടുക്കാനാണ് ചെയ്യുന്നത്. ഈ മരം പ്രത്യേക രീതിയിലാണ് വരയ്ക്കുന്നത്. മറ്റു 2 മരങ്ങൾ പോലെയല്ല. പരുക്കൻ ബ്രഷ് എടുത്ത് തലങ്ങും വിലങ്ങും സ്ട്രോക്കുകൾ പായിക്കുന്നു. ഇനി റൗണ്ട് ബ്രഷ് എടുത്ത് പ്രത്യേക തരത്തിലുള്ള വേറൊരു മരം വരയ്ക്കുകയാണ്. ഇവിടെ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എല്ലാ മരങ്ങളും ഒരേ സ്വഭാവത്തിൽ വരയ്ക്കുന്ന ഒരു രീതി പലപ്പോഴും പലരിലും കണ്ടു. അത് മാറ്റാൻ വേണ്ടി പലതരം ബ്രഷുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള മരങ്ങൾ വരയ്ക്കുകയാണ്. കൂടുതൽ കട്ടിയിൽ റെഡ് എടുത്ത് അതിൽ ഡാർക്ക് എല്ലാം ചേർത്ത് ഇതുപോലെ ഇലകളെല്ലാം വരച്ച് ചേർക്കുന്നു. റിഗർ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതും മോബ് ബ്രഷിൻ്റെ അറ്റം കൊണ്ട് വളരെ നേർപ്പിച്ച് വളരെ മൃദുവായി ടച്ച് ചെയ്ത് ചെയ്യുന്നതും പല പല വ്യത്യസ്ത രീതിയിലുള്ള ഇലകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. സൂര്യനടുത്തേക്ക് എത്തുമ്പോൾ റെഡ് കൂടുതൽ ഉപയോഗിക്കുന്നു. ഇലകൾ ഒരേ ഭാഗത്തേക്ക് ഇതുപോലെ നിൽക്കാതെ പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഇലകൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു.
മരത്തിൻ്റെ തടിയിൽ ഡീറ്റെയിൽ വരച്ച് ചേർക്കുന്നു. ഇത് മൂന്നാമത്തെ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. മരത്തിൻ്റെ മുകളിൽ ഡാർക്ക് നിറങ്ങൾ കൊണ്ട് ആദ്യം വരച്ച ലെയർ വിട്ടതിന് ശേഷം ബാക്കി ഭാഗത്ത് ഡീറ്റെയിലുകൾ ചേർക്കുന്നു. ഇലകൾക്കടുത്തേക്ക് പോകുമ്പോൾ ഇലകൾക്കുള്ളിലുള്ള ഭാഗം ഇരുണ്ടതായി ചേർക്കുന്നു. കൂടാതെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗത്ത് വീണ്ടും സ്കാർലറ്റ് ചേർക്കുന്നത് കാണാം. മരത്തിൻ്റെ ചുവട്ടിലുള്ള ഏറ്റവും ഇരുണ്ട ഭാഗം വീണ്ടും വീണ്ടും വയലറ്റ് ഉപയോഗിച്ച് ബ്ലൂ ഉപയോഗിച്ച് ഡാർക്കാക്കുന്നു. ആ നിഴൽ ദൂരേക്ക് നീട്ടി നീട്ടി വരയ്ക്കുന്നു. ദൂരെ നിൽക്കുന്ന മരത്തിനും അല്പം കൂടി ഡീറ്റെയിൽ ചേർക്കുന്നു. സൂര്യാസ്തമനത്തിലെ നിഴലുകൾ നീണ്ടു നീണ്ടു പോകുന്ന നിഴലുകളാണ്. അത് ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടതാണ്. മറുഭാഗത്ത് നിൽക്കുന്ന മരത്തിനും ഇതുപോലെ ഡീറ്റെയിൽ ചേർക്കുന്നു. ഇരുണ്ട നിറങ്ങൾ കൊണ്ട് ഇലകൾക്കടിയിലും താഴേക്ക് കൂടുതൽ ലൈറ്റായ നിറങ്ങളും ചേർക്കുന്നു. ചില്ലകൾ റിഗർ ബ്രഷ് കൊണ്ട് വരച്ചെടുക്കുന്നു. ചില ഇരുണ്ട ഇലകൾ ഇതുപോലെ ഡോട്ടുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. കുറച്ചുകൂടി ഡീറ്റെയിലായി മരത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഡാർക്കായി ഉപയോഗിക്കുന്നു. പൊങ്ങിയ ഭാഗങ്ങൾ താഴ്ന്ന ഭാഗങ്ങളുമെല്ലാം ഇതുപോലെ ഡാർക്ക് നിറം കൊണ്ടും വരയ്ക്കുന്നു. ഇത് മൂന്നാമത്തെ ലെയറാണ് നമ്മളവിടെ ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ ഡാർക്കായ നിറം കൊണ്ടല്ല അത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡാർക്കായിരിക്കുന്നത് മരങ്ങളുടെ നിഴൽ ഭാഗത്താണ്. ദൂരേക്കുള്ള ഇലകൾ ഡാർക്കായി വരച്ചു ചേർക്കുന്നു. ഒരു മരം കൂടി അവിടെ വളരെ നേർത്ത ലൈനുകൾ കൊണ്ട് ചേർക്കുന്നു. ദൂരെ നിൽക്കുന്ന ഒരു മരത്തെ കൂടി വരയ്ക്കുന്നു. ചെറിയ ചെറിയ ചില്ലകൾ റിഗർ ബ്രഷ് കൊണ്ട് പുറത്തേക്കും മറ്റും നീട്ടി നീട്ടി വരയ്ക്കുന്നു. ഇലയുടെ അടിഭാഗത്ത് കൂടുതൽ ഡാർക്കായ നിറങ്ങൾ കൊണ്ട് ചില്ലകൾ വരയ്ക്കുന്നു. വീണ്ടും മരത്തിന് ഡീറ്റെയിൽസുകൾ ചേർക്കുന്നു. താഴ്ഭാഗത്തെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാർക്ക് നിറങ്ങൾ കൂടി ചേർക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്ന റെഡ് ഭാഗത്തേക്ക് നീണ്ടുപോയി പ്രത്യേകതരം
റഫ്നെസ് ഉണ്ടാകുന്നു. ദൂരെ നിൽക്കുന്ന മരത്തിൻ്റെ നിഴൽ നമ്മൾ വരയ്ക്കാൻ മറന്നിരുന്നു, അതും ഇവിടെ ചേർക്കുന്നു. ഇനി ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചാൽ നോക്കൂ, റഫായാണ് ഉപയോഗിക്കുന്നത്, കൂടാതെ പരത്തിയാണ് ഉപയോഗിക്കുന്നത്. റിഗർ ബ്രഷിൻ്റെ അറ്റം കൊണ്ടല്ല ചെയ്യുന്നത്. റിഗർ ബ്രഷ് മുഴുവനായും പേപ്പറിൽ തട്ടുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഇലകളുള്ള മരം ഇതുപോലെ വളരെ വേഗത്തിൽ വരച്ചു കാണിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോകളും ഇൻബോക്സിലേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.